നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്ന വിഷയം അപകടങ്ങളും അടിയന്തര ചികിത്സയും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ ഡാനിഷ് തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവനാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, അപകടങ്ങൾ എന്ന് പറയുന്നത് സാധാരണ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. നമ്മൾ എപ്പോഴും എവിടെ പോയാലും ഒരു അപകടം പ്രതീക്ഷിക്കേണ്ടതാണ്. റോഡിൽ നടന്നു പോകുന്ന ഒരാളാണെങ്കിലും വാഹനത്തിൽ പോകുന്ന ഒരാളാണെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടാകും. ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മളെ അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയുകയുമില്ല. ആ സമയത്ത് ചെയ്യുന്ന ചില തെറ്റായ നടപടികൾ അത് വലിയ ബുദ്ധിമുട്ടുകൾ രോഗിക്ക് പിന്നീട് ഉണ്ടാക്കുകയും ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് സീൻ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു അപകടത്തിൽപ്പെട്ടുകൊണ്ട് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോകരുത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം റോഡിൻ്റെ നടുക്കാണെങ്കിൽ ആദ്യം തന്നെ വേറൊരാളെടുത്ത് വണ്ടി ബ്ലോക്ക് ചെയ്തതിന് ശേഷം ആ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ഏതെങ്കിലും ഒരു സേഫായിട്ടൊരു സ്ഥലത്തോട്ട് മാറ്റണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പം വി ഹാവ് ടു കോൾ ഫോർ ഹെൽപ്പ് ആരെങ്കിലും ഒരാളെ ഹെൽപ്പിന് വിളിക്കുക. അത് വേണമെങ്കിൽ ഒരു ആംബുലൻസ് നമ്പർ ആവാം, 108 ആവാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആംബുലൻസ് നമ്പർ ആവാം. അത് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്, നമ്മളിപ്പം ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷതം സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡും സ്പൈനുമാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പൊട്ടലോ അഥവാ എന്തെങ്കിലും ഒരു പകപ്പഴ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പേഷ്യൻ്റ് എടുക്കുന്ന സമയത്ത് ഈ സ്പൈൻ പൊട്ടിയിരിക്കുന്ന സ്പൈൻ തൊട്ടടുത്തുള്ള നരമ്പുകളെ കട്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ജീവിതകാലം മൊത്തം കിടന്നു പോകുന്നതും നമ്മൾ പലരും കേൾക്കാറുണ്ട്. അങ്ങനെ ജീവിതകാലം മൊത്തം കിടന്നു പോകാറൊക്കെ ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു സ്പൈൻ ബോർഡ് എന്നുള്ള സാധനമാണ് ഞങ്ങൾ കൊണ്ടുവരാറുള്ളത്, ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഒരു പലക കഷ്ണമോ നട്ടൽ സ്ട്രൈറ്റ് ആക്കി വെക്കണം. അപ്പോൾ ഒരു സൈഡിലോട്ട് പേഷ്യൻറ്റിനെ ചരിച്ച് പതുക്കെ ഒരു പലകയോ അല്ലെങ്കിൽ ഒരു തടി കഷ്ണമോ വെച്ച് പേഷ്യൻ്റ് അടിയിലോട്ട് തീക്കി വീണ്ടും പേഷ്യൻ്റ് അനക്കാതാക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മൂവ് ചെയ്യുന്ന ജോയിൻ്റാണ് കഴുത്തിലെ മൂവിൻ്റ്. അപ്പം കഴുത്തിൻ്റെ അവിടെ നിന്നാണ് കയ്യിലോട്ടുള്ള നരമ്പുകളും എല്ലാ നരമ്പും പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കഴുത്ത് പൊട്ടൽ സമയത്തും ഇതുപോലെ നരമ്പിൽ കയറിക്കൊള്ളാം. അപ്പോൾ കഴുത്ത് ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പം പറ്റുന്ന ഒരു ന്യൂസ് പേപ്പർ എടുത്താൽ മതി. ന്യൂസ് പേപ്പർ നമ്മൾ രണ്ടായിട്ട് മടക്കി ഈ കഴുത്തിലോട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുത്ത് അനക്കാൻ പറ്റില്ല, ആ പേഷ്യൻ്റ് അനക്കാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ പേഷ്യൻ്റിനെ ഒരു ജീപ്പിൽ കൊണ്ടുപോകുന്നതാണ്, ജീപ്പിലോ അല്ലെങ്കിൽ പേഷ്യൻ്റ് നേരെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. കാല് മടങ്ങിയാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ മടക്കരുത്, നട്ടലുള്ള ഭാഗങ്ങൾ മടങ്ങാതിരിക്കാൻ നോക്കുക. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ അശോകനാണ്. അശോകൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അശോകൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. അശോകൻ TV ശ്രദ്ധിക്കാതെ സംസാരിക്കണേ. ചോദിച്ചോളൂ ഡോക്ടറിനോട്. ഡോക്ടർ, നമ്മള് ഇപ്പോ PRS ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു എമർജൻസി ഇപ്പൊ നല്ലൊരു എമർജൻസി യൂണിറ്റ് അവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ എമർജൻസി യൂണിറ്റില് നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ എല്ലാ ഫെസിലിറ്റീസും അതിനകത്ത് ഉള്ളതായിട്ട് അവിടെ കാണുന്നില്ല. അപ്പൊ ആ പേഷ്യൻസിന് ഇപ്പൊ ഒരു എക്സ്റേ എടുക്കാനായിട്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കരുത്. രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഡോക്ടർ, നമുക്ക് തുടരാം. ഇങ്ങനെ നമ്മളൊരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്ന വാഹനങ്ങൾ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളൊക്കെ ആയിരിക്കും. അത് മിക്കവാറും നമുക്ക് രോഗിയെ നേരെ ഇരുത്താനുള്ള ഒരു സൗകര്യവും ഉണ്ടാവില്ല. നമുക്ക് ഉടനെ തന്നെ രോഗിയെ എത്തിക്കാനുള്ള ഒരു തിരക്കും ഉണ്ടാകും. അത് നമ്മളൊരു ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ഉടനെ കിട്ടുന്ന വാഹനത്തിൽ കൊണ്ടുപോകുന്നതാണോ നല്ലത്? ഇതൊരു നല്ല ചോദ്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നില്ല കാര്യം, എങ്ങനെ എത്തിക്കുന്നുള്ളതാണ് കാര്യം. നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ആ രോഗികൾക്ക് പിന്നെ ജീവിതകാലം മൊത്തം അനുഭവിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പലക അടിയിൽ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടില്ലെങ്കിൽ, അതായത് നരമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ അധികം ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ഇപ്പോൾ നരമ്പിന് വല്ലതും ഇഞ്ചുറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റും കോസ്റ്റും എല്ലാം വളരെയധികം കൂടുന്നതാണ്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സജീവൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഞാനേ എനിക്ക് കഴുത്തിന്റെ ഇവിടെ ഭയങ്കരമായിട്ട് കഴുത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ കഴുത്ത് ബാക്ക് പെയിൻ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എവിടെയാണ്?
ബാക്ക് പെയിനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ വലതുകൈക്കും ബാധിക്കുന്നുണ്ട്. കഴുത്തിലാണോ വേദന, അതിന്റെ താഴോട്ടാണോ വേദന? കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ കഴുത്തിന് വേദന മരുന്ന് തുടങ്ങിയപ്പോ കൈക്കായി. ഇപ്പൊ കഴുത്തിന്റെ എക്സ്റേ വല്ലതും എടുത്തായിരുന്നോ? കഴുത്തിന്റെ എക്സ്റേ എടുത്തിരുന്നു. കഴുത്തിന്റെ എക്സ്റേ എടുത്തപ്പോ തേയ്മാനാണ് പറഞ്ഞത്. തേയ്മാനം ഉണ്ടെന്ന്. അപ്പൊ ആക്സിഡന്റുമായിട്ടുള്ള ബന്ധമല്ല അത്. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 52 വയസ്സ്. വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? വേറെ അസുഖങ്ങളൊന്നുമില്ല. വേറെ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തലേണയൊക്കെ ഉപയോഗിച്ചാണോ ഉറങ്ങുന്നത്? തലേണ ഉപയോഗിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? തലേണ വെക്കാതെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ കഴുത്തിന്റെ കുറച്ച് കുറവുണ്ട്, പക്ഷെ വലതുകൈയുടെ മുട്ടിന്റെ ഭാഗത്ത് ഭയങ്കര വേദന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കഴുത്തിലെ ഞരമ്പുകളാണ് കയ്യിലോട്ട് മൊത്തം വരുന്നത്. അപ്പോൾ കഴുത്തിന് എന്തെങ്കിലും ഒരു തേയ്മാനമോ ഉണ്ടെങ്കിൽ അത് നേരെ ആ ഞരമ്പിലാണ് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള വേദനയാണ് ഞങ്ങൾക്ക് കൈ വരുന്നത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന്, കഴുത്തിൻ്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് കഴുത്തിൻ്റെ എക്സസൈസ് ഉണ്ട്. അപ്പം കഴുത്തിലുള്ള നീരുകൾ കുറയാനുള്ള എക്സസൈസും പിന്നെ അതുപോലെ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലോട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അത് വലിയ കാര്യമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്താൽ തന്നെ കുറയുന്നതാണ്. വ്യക്തമായോ? വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുക രക്തം വാർന്നു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ധാരാളം രക്തം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും. ആ സമയത്ത് ആ സ്പോട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇപ്പോൾ നമുക്കൊരു ബ്ലീഡിങ് സ്പോട്ട് കാണുവാണെങ്കിൽ, ഇതുപോലെ ഒരു കയ്യിലാണ് വൂണ്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലീൻ ക്ലോത്ത് വെച്ച് നെക്കി പിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 10 മിനിറ്റ് കണ്ടിന്യൂസ് കംപ്രഷൻ ചെയ്യണം. നമ്മൾ എടുത്തെടുത്ത് നോക്കരുത് ബ്ലീഡിങ് നിന്നോ. അതാണ് കോമൺ മിസ്റ്റേക്സ് ആൾക്കാർ ചെയ്യുന്നത്. അവർ പറയും നെക്കിയിട്ടുണ്ട് ഡോക്ടർ, പക്ഷേ ഞങ്ങൾ നിന്നില്ല. അത് അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതുകൊണ്ടാണ്. 10 മിനിറ്റ് കണ്ടിന്യൂസ് നോക്കാതെ 10-20 മിനിറ്റ് കണ്ടിന്യൂസ് നെക്കി പിടിച്ചതിന് ശേഷം ഒരു സ്ഥലത്തോട്ട് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. ഇപ്പോൾ കുറച്ചുകൂടെ വലിയ വൂണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലീഡിങ് സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതേപോലെ ക്ലോത്ത് വെച്ച് ടൈറ്റായിട്ട് കെട്ടുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കൊല്ലത്തുനിന്നാണ്, ബിനുവാണ്. പറഞ്ഞോളൂ. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഒരു 6 മാസത്തിന് മുന്നേ ബൈക്ക് സ്കിഡ് ചെയ്തിട്ട് എന്റെ ഷോൾഡർ ഇങ്ങനെ വീടടക്കൊരു സംഭവം ഉണ്ടായി. അത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ തോളിന്റെ മോൾ ഭാഗം ഒന്ന് പൊട്ടി ഇങ്ങനെ മുകളിലോട്ട് ഒരു ചെറിയ ബെൻഡെടുത്തിന് വന്നിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ പിന്നീട് പറഞ്ഞു അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, താങ്കൾക്ക് ജോലി ചെയ്യുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഏതല്ല പൊട്ടിയെന്ന് പറഞ്ഞോ? മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ഈ ഭാഗത്തുള്ള എല്ലാണോ? അതാണെങ്കിൽ കുഴപ്പമില്ല, അത് തന്നെ ഫ്യൂസ് ആവും. തന്നെ അത് ഒരു 2 ആഴ്ച വേദന കണ്ടു കാണും, പിന്നെ അതിന് ശേഷം മാറി കാണുമല്ലോ. അത് ആ എല്ല് ഫ്യൂസ് ആകാൻ കുറച്ച് സമയം എടുക്കും, 6 മാസത്തോളം എടുക്കും. ഇപ്പൊ എത്ര നാളായി? അന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് അവര് താഴ്ത്തി വെച്ചിട്ട് കണ്ടു നമ്മൾ മാറ്റിയെടുത്തിട്ടും അത് ഗ്യാപ്പ് ഫില്ലായിട്ടില്ല. അപ്പം അത് കുഴപ്പമില്ല. ആ എല്ല് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലല്ല, നമുക്ക് അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം കാരണം അത് നോർമലായിട്ട് അതിന് ഫിക്സേഷൻ ഒന്നും ഇല്ല, ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ കയ്യിലെയോ കാലിലോ എല്ല് പോലെ അല്ല അത്. ആ എല്ല് അവിടെ പൊട്ടിയിരുന്നാലും കുഴപ്പമില്ല. ഇല്ല, ജോലിക്ക് പ്രശ്നമില്ല. നമുക്കൊരു ആദ്യത്തെ ഒരു 2 ആഴ്ച മാത്രമേ അതിൻ്റെ മൂർച്ച കാരണം വേദന കാണും. പിന്നെ ആ മൂർച്ച മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളും, കുഴപ്പമില്ല. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഇപ്പോൾ നമ്മൾ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാലും അടിയന്തരമായി നൽകുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പുതിയതരം ചികിത്സാ രീതികൾ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു, അവർ ആദ്യം ചോദിച്ച ചോദ്യം, നമ്മൾ എമർജൻസി മെഡിസിൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എമർജൻസി മെഡിസിൻ എക്സ്റേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം എക്സ്റേ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റേഡിയേഷൻ ബാക്കിയുള്ള പേഷ്യൻസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്റേ എന്തായാലും ഞങ്ങൾ അവിടെ ചെയ്യില്ല. അഥവാ അത്ര എമർജൻസി ആണെങ്കിൽ പോർട്ടബിൾ എക്സ്റേ യൂണിറ്റ് ഉണ്ട്, ഞങ്ങൾ ഉടനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് വരും. അതുകൂടാതെ നമുക്ക് അൾട്രാസൗണ്ട് മെഷീൻ ഉണ്ട് ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അറിയില്ല, വയറിൻ്റെ അകത്തായിരിക്കും ബ്ലീഡിങ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി 10 മിനിറ്റകത്ത് തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. അത് റേഡിയോളജിസ്റ്റ് അല്ല, ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങൾ തന്നെ ചെയ്തിട്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ റേഡിയോളജിസ്റ്റിനെ വിടും. എല്ലാ പേഷ്യൻറ്റും അത് ചെയ്യും, അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് മൈനർ OT അതിൻ്റെ അകത്ത് തന്നെ, എമർജൻസി റൂമിൻ്റെ അകത്ത് തന്നെ മൈനർ OT സ്പെഷ്യാലിറ്റി ഉണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനെ വളരെ അപകടത്തോടെ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ OTയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ മെയിനായിട്ട് എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്ലാറ്റിനം മിനിറ്റ്സ് എന്നുള്ളതാണ്. ആ മിനിറ്റിൻ്റെ അകത്തുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ സർജനെ എത്തിച്ച് അനസ്തേഷ്യ അവിടെ നിന്ന് തന്നെ കൊടുത്തു, അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് ടോക്സിക്കോളജി ബേ ഉണ്ട്. ടോക്സിക്കോളജി ബേ എന്ന് പറയുമ്പോൾ പോയിസണിങ് അതുപോലുള്ള അധികം എന്തെങ്കിലും വിഷം കഴിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സ്റ്റൊമക്ക് വാഷ് ചെയ്യാനുള്ള ഏരിയയും അങ്ങനെയുള്ളതുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ.
ഡോക്ടർ നമുക്ക് തുടരാൻ കോളും ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരാളെ അടിയന്തരമായി ചികിത്സയ്ക്ക് എത്തിച്ച ശേഷവും നമ്മൾ അതിൻ്റെ ഡോക്ടർ പറഞ്ഞ പോലെ പ്ലാറ്റിനം മിൻസ് ഉണ്ട്, ആ ടൈം നന്നായി കീപ്പ് ചെയ്യുകയും ചെയ്യണം. ആ സമയങ്ങളിൽ എന്തൊക്കെ കെയർ ആണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നൽകേണ്ടത് എന്തൊക്കെ? ഹോസ്പിറ്റലിൽ വഴി അത് ഞാൻ ഒരു നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി സ്റ്റാറ്റ് ലാബ് എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് സാധാരണ ബ്ലഡ് സാമ്പിൾ വിട്ട് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ എടുക്കും. അപ്പോൾ എമർജൻസി മെഡിസിൻ ഇതുപോലുള്ള എമർജൻസി മെഡിസിൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവരടുത്ത് ഈ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 തൊട്ട് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള ടെസ്റ്റുകൾ വിടും. വിട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് റിസൾട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ഏതൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ABCD എന്നുള്ള അപ്രോച്ചാണ്. ആദ്യം എയർവേ ശ്വാസകോശം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കും. പിന്നെ ബ്രീത്തിങ് ശ്വാസത്തിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. പിന്നെ വരുന്ന സർക്കുലേഷൻ്റെ അകത്താണ് BP പൾസ് അങ്ങനെയുള്ള പ്രോബ്ലം. ഓരോ പ്രോബ്ലം കണ്ടുപിടിക്കുമ്പോഴും അതിനെ അഡ്രസ്സ് ചെയ്താണ് പോകുന്നത്. പിന്നെ ഡിസബിലിറ്റിക്കകത്താണ് ഈ ബ്രെയിനിൻ്റെ പ്രോബ്ലംസ്, അതുപോലെ ഈ ഷുഗർ കുറവാ, ഷുഗർ കൂടുതൽ, അങ്ങനെ ഈ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി മൊത്തം വേറെ എന്തെങ്കിലും നമ്മൾ പേഷ്യൻറ്റ് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കും. ടെമ്പറേച്ചർ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ട്രാ. അപ്പോൾ എല്ലാ പേഷ്യൻറ്റിനും ABCD അപ്രോച്ച് വഴിയാണ് ഞങ്ങൾ എല്ലാ പേഷ്യൻറ്റിനും ചികിത്സിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ മെയിൻ മോട്ടോ. ഇപ്പം എമർജൻസി കെയർ, അടിയന്തര ചികിത്സ, അതിലുള്ള പുതിയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തരത്തിലുള്ള പുതിയ മെത്തേഡുകൾ വന്നിട്ടുണ്ട്? പുതിയ മെത്തേഡിൽ സ്റ്റാറ്റ് ലാബ് ഒരു പുതിയൊരു സംഭവമാണ്. പിന്നെ അതുകൂടാതെ എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻസ് ഇപ്പോൾ ഉണ്ട്. അതായത് അവർ അവിടെ തന്നെ പോയി ട്രീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ പേഷ്യൻസിന് എന്തെങ്കിലും ഒരു കോൾ എമർജൻസി വരുവാണ്, ഇപ്പോൾ ഒരു പോയിസണിങ് കഴിച്ചൊരു പേഷ്യൻറ്റ് കിടപ്പുണ്ട് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ഇവിടെ കൂടുന്ന എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ BSc MSc എമർജൻസി മെഡിസിൻ കോഴ്സ് കഴിഞ്ഞ സ്റ്റാഫിനെ ആംബുലൻസിൽ അവിടെ വിട്ട് അവിടെ പോയി അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ IV ലൈൻ സ്റ്റാർട്ട് ചെയ്യും. BP ഒക്കെ നോക്കി BP കുറവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ BPക്കുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയം കൊണ്ട് ആദ്യം പ്രോബ്ലം വെറും പ്രഷർ മാത്രമായിരിക്കും. ആ പ്രഷർ കുറയുന്നത് കാരണം ബാക്കിയുള്ള മെയിനായിട്ടുള്ള ലിവർ, അതുപോലുള്ള കിഡ്നി, അതുപോലുള്ള സ്ഥലത്തോട്ടുള്ള രക്തോട്ടം കുറയുകയും പിന്നെ അത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് നമ്മൾ പുതുതായിട്ടുള്ള ഫീൽഡ്. പിന്നെ ടോക്സിക്കോളജിയും പോയിസണിങ്ങിന് തന്നെ എല്ലാത്തിനും പ്രോട്ടോക്കോളൈസ്ഡ്, എല്ലാത്തിനും അതായത് ഏത് പോയിസൺ വന്നാലും അതിനനുസരിച്ച് പ്രോട്ടോക്കോളൈസ്ഡ് ആയിട്ടാണ് ഞങ്ങളുടെ അപ്രോച്ച് എല്ലാം. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് കോട്ടയം ജില്ല കുറുപ്പന്തറ മോഹൻദാസ് എന്ന് പറയും. ഞാനൊരു ആദിവാസിപ്പെട്ട ആളാണ്. മോഹൻദാസ്, ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കാം, പറഞ്ഞോളൂ. ഇത് കുറുപ്പന്തറ മോഹൻദാസ് എന്ന് പറയും. ശ്രദ്ധിക്കാതെ TV മ്യൂട്ട് ചെയ്തതിന് ശേഷം സംസാരിക്കണേ. പറഞ്ഞോളൂ, കേൾക്കാം. ഞാനിക്ക് ഒരു 2 വർഷമായിട്ട് എനിക്ക് പെടലിക്ക് ഭയങ്കര വേദനയാണ്. പെടലി എന്ന് പറഞ്ഞാൽ കഴുത്തിലാണോ? എന്തോ കറക്റ്റ് കഴുത്തിലാണോ? ഈ പുറത്താ, ഈ സൈഡിലായിട്ടാണ്. ഓക്കെ. അപ്പൊ എനിക്ക് TBയുടെ അസുഖം ഉണ്ടായിരുന്നു 1 വർഷം മുമ്പ്. TB എവിടെയായിരുന്നു? ഈ പിന്നെ തൊണ്ടയ്ക്ക് തന്നെ, തൊണ്ടയുടെ സൈഡിൽ ഒരു നീര് വന്നായിരുന്നു. ഇപ്പൊ താഴേക്കും നീരുണ്ട്. ഇപ്പൊ ഞാൻ ആ ചികിത്സിച്ച് മരുന്ന് കഴിച്ച് പൂർത്തിയായിട്ട് ആ നീര് പോകുന്നില്ല. പിന്നെ ഇപ്പൊ നമ്മള് തലവെണ്ണ എടുത്ത് വെച്ച് കിടക്കുമ്പോ ഭയങ്കര വേദനയാണ് പെടലിക്ക്. അപ്പൊ കഴുത്തിൽ നീരുണ്ട് അല്ലെ? കഴുത്തിന് ചുറ്റും നീരുണ്ട്? നീര് ഇതായിട്ട് തോന്നിക്കുന്നില്ല. ഡോക്ടറിനെ താഴേക്ക് നീരുണ്ട് എനിക്ക്, താഴേക്ക്. മനസ്സിലായി. ഡോക്ടറിനെ കാണിച്ചായിരുന്നോ? ഡോക്ടറിനെ അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചില്ല. എക്സ്റേ വല്ലതും എടുത്തായിരുന്നോ? എക്സ്റേ എടുത്തായിരുന്നു. എക്സ്റേയിൽ നീര് കാണിക്കുന്നത് അവര് പറയുന്നത് TBയുടെ ആണെന്നാ പറയുന്നത്. TB ചികിത്സിച്ചതല്ലേ? എന്തോ TB ചികിത്സിച്ചതല്ലേ? അതെ. TB ചികിത്സിച്ചാണെങ്കിൽ TB മാറിക്കാണും. എത്ര 6 മാസം ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നോ? എടുത്തായിരുന്നു. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതുപോലെ നീര് കെട്ടുന്നതാണ്. കഴുത്തിൽ നീര് കെട്ടുമ്പം ഞാൻ പറഞ്ഞ അവിടെ തൊട്ടടുത്തുള്ള നരമ്പുകളെ കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളൊരു വീണ്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കൂ. ഒരു എക്സ്റേ എടുത്തിട്ടില്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. എല്ലിന് കുഴപ്പമില്ലെന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നീര് വറ്റിക്കാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയും. TB ട്രീറ്റ് ചെയ്താണെങ്കിൽ TB പിന്നെ കാണാറില്ല. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും. വിളിച്ചതിനെ വളരെയധികം നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. അപകടങ്ങളും അടിയന്തര ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, പൊതുവെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുക, പൾസ് നഷ്ടപ്പെടുക, അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ മരണത്തോട് അടുപ്പിച്ച് തന്നെ കാണുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? തീർച്ചയായും. ഒരു 10 വർഷം മുമ്പ് വരെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റേ ഇല്ലായിരുന്നു.
പൾസ് പോയതിന് ശേഷവും നമുക്ക് തിരിച്ച് പേഷ്യൻറ്റിനെ തിരിച്ചെത്തിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് കോസ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ശ്വാസം മുട്ടൽ കൊണ്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ റിവേഴ്സിബിൾ കോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ അരമണിക്കൂർ വരെ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ കൃത്യമായി നെഞ്ചിൽ അമർത്തുകയും ആ സമയത്തുള്ള കറക്റ്റായിട്ടുള്ള വെന്റിലേഷൻ, അതായത് ശ്വാസം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിനെ തിരിച്ചെത്തിക്കാൻ പറ്റും ജീവനിലോട്ട്. ആ അരമണിക്കൂറിനകത്ത് ഞങ്ങൾ എന്തെങ്കിലും റിവേഴ്സിബിൾ കോസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. എന്ത് കാരണം കൊണ്ടാണ് ആ പേഷ്യൻറ്റ് മരിച്ചത്, അല്ലെങ്കിൽ ആ പേഷ്യൻ്റെ പൾസ് നഷ്ടപ്പെട്ടത്. ആ ഒരു കോസ് തിരിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓക്സിജൻ കുറഞ്ഞാണ് ഒരു പേഷ്യൻറ്റ് ഒരു മരണത്തിലോട്ട് എത്തി. ഓക്സിജൻ കുറയുമ്പോൾ ഹൃദയം നിന്നു അങ്ങനെ ഓരോ ഓർഗനായിട്ട് അടഞ്ഞടഞ്ഞടഞ്ഞ് പോകുമ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇപ്പോൾ വന്നപ്പോൾ ഓക്സിജൻ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു ട്യൂബ് ലങ്സിൻ്റെ അകത്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് വെന്റിലേഷൻ കണക്ട് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ CPR, അതായത് ഹാർട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള നെഞ്ചിൽ അമർത്തുകയും ചെയ്യുമ്പോൾ ഹാർട്ട് വീണ്ടും സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രോബ്ലം കറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയം കിട്ടും നമുക്ക് പേഷ്യൻറ്റിനെ ശരിയാക്കാൻ വേണ്ടി. പിന്നെ അതിനുശേഷം ഡോക്ടർ നമുക്ക് അതിലേക്ക് വിശദമായി വരാം. അതിന് മുമ്പ് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്നാണ്. പറഞ്ഞോളൂ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ, സംശയം ചോദിച്ചോളൂ. പാലക്കാട് നിന്നാണ് ദേവദാസ്. എനിക്കൊരു 20 വർഷമായിട്ട് ജോയിന്റുകൾ വേദന മാറിയിട്ടില്ല. മാറി ഓരോ ഭാഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ തൃശ്ശൂർ മെഷീനിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാറുന്നില്ല. ജോയിന്റ് പെയിൻ എവിടെയൊക്കെ ഉണ്ട്? ഏതൊക്കെ സന്ധി വേദനയുണ്ട്? ഓരോ മുട്ടുകാല് ഓരോ ജോയിന്റ്സുകള്. വലിയ ജോയിന്റുകളാണോ ചെറിയ ജോയിന്റുകളാണോ? കൈയുടെ ഇവിടെയൊക്കെയാണോ? ഒരു എന്താ പറയുക, രക്തഭാഗത്തിൻ്റെതാണെന്ന് പറഞ്ഞു ഡോക്ടർ. പറഞ്ഞു അല്ലേ? പക്ഷെ അത് 20 കൊല്ലമായിട്ടും മാറേണ്ട വഴി കാണുന്നില്ല. നിങ്ങൾ ആരെയൊക്കെ കണ്ടു? ഫിസിഷ്യനെ കാണിച്ചായിരുന്നോ? ഞാൻ തൃശ്ശൂർ മെഷീനിൽ കാട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ഓക്കെ. മരുന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലും നമ്മൾ RI ഫാക്ടർ അതുപോലുള്ള എന്തെങ്കിലും ടെസ്റ്റുകളോ എല്ലാം ചെയ്തായിരുന്നോ? ഒന്നുമില്ല. അതായത് ഒന്നുമില്ല. 15-17 വയസ്സ് തുടങ്ങിയതാണ് എനിക്ക്. ഇപ്പൊ ഞാൻ 43 വയസ്സായി. ഇത്രയും വർഷമായിട്ട് കുറഞ്ഞിട്ടില്ല, ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വേദനയ്ക്കുള്ള വേദന സംഭരി കഴിക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ടില്ല. അപ്പൊ എന്താണ് പ്രോബ്ലം എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? കണ്ടുപിടിക്കാൻ ഞാൻ കാട്ടും, കുറച്ച് ദിവസം നോക്കുമ്പോ 2 മാസം കാണും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നിർത്തും. മാറുന്നില്ല എന്ന് പറഞ്ഞ് മാറി കാട്ടാൻ തുടങ്ങി. ഓക്കെ. ഇല്ല സാറേ, ഇല്ല. ഇപ്പം എന്നിട്ടും കുറയുന്നില്ല. നിങ്ങൾ ഒന്നുകൂടെ ഒരു ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുക. ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഞരമ്പ് സംബന്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ഇത് ഓരോ ഈ ജോയിന്റ് തന്നെയാണ് വേദന. ജോയിന്റ് മടക്കുമ്പോഴൊക്കെ വേദനയുണ്ട്. ഇത് മൊത്തം ഈ രക്തം കട്ട പിടിച്ച പോലെ ഇരിക്കുക. രക്തം കട്ട പിടിച്ച എന്തായാലും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ വീണ്ടും പോയിട്ട് ഒരു കംപ്ലീറ്റ് ഇവാലുവേഷൻ ചെയ്യണം. ഒരു 5 ദിവസം ചിലപ്പോൾ കിടക്കേണ്ടി വരും. കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഈച്ച് ജോയിൻറ്റും എന്തുകൊണ്ടാണ്, ചിലപ്പോൾ ജോയിൻറ്റിൽ നിന്നൊക്കെ വെള്ളം കുത്തിയെടുക്കേണ്ടി വരും. എന്താണെന്ന് കണ്ടുപിടിക്കണം. അസുഖം കണ്ടുപിടിക്കാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ കാർഡിയാക് അറസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, വിശദീകരിക്കാം. വിശദീകരിക്കാം. അപ്പം ഇതുപോലെയാണ് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു അറസ്റ്റായിട്ട് വരുമ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ടോക്സിൻസ് കൂടി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ടോക്സിൻസിനെതിരെയുള്ള മരുന്ന്, അപ്പോൾ ആ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CPR കൊടുത്ത് ഹൃദയം സ്റ്റാർട്ട് ചെയ്തിട്ട് അതേ സെയിം സമയത്ത് നമ്മൾ എന്താണോ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നത്, പൊട്ടാസ്യം ചിലപ്പോൾ എന്തായിരിക്കും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോക്സിക് മെറ്റീരിയൽ ബോഡിയിൽ കൂടുതലായിരിക്കും, അതിനുള്ള മരുന്ന് കൊടുക്കുകയും ഇമ്മീഡിയറ്റ്ലി ഡയാലിസിസിന് എടുക്കുകയും BP ഒക്കെ പിക്ക് ചെയ്ത് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഡയാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് നമുക്ക് ജീവനോട് തിരിച്ചെത്തും. നമ്മളിത് ഒരു മാസം ഒരു 10-15 കേസുകൾ ഇതുപോലെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അപകടങ്ങൾ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ എമർജൻസി മെഡിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എമർജൻസി മെഡിസിനും സാധാരണ മെഡിസിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ കേരളത്തിലധികം ഇത് സ്പ്രെഡ് ആയിട്ടില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 15 വർഷത്തോളമായി ഇപ്പം എമർജൻസി മെഡിസിൻ ഒന്ന് സ്പെഷ്യാലിറ്റി വന്നിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പ്ലാറ്റിനം മിനിറ്റ്സിനുള്ള ഇമ്പോർട്ടൻസ് കാരണമാണ് ഈ ഒരു ഫീൽഡ് മാത്രമുള്ള ഞങ്ങൾ എല്ലാ ട്രീറ്റ്മെൻറ്റും കാണും. ഒരു ഗൈനക്കോളജി എമർജൻസി ആവാം, ഒരു പ്രസവം എടുക്കേണ്ടി വന്നാലും നമുക്ക് എടുക്കേണ്ടി വരും. കാരണം രാത്രി വരുന്നൊരു പേഷ്യൻ്റ് ചിലപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ആ സമയത്ത് ഹോസ്പിറ്റലിൽ കാണത്തില്ല. അപ്പോൾ ആ സമയത്ത് രാത്രി എമർജൻസി മെഡിസിൻ എക്സ്പേർട്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ പനി ജലദോഷം, എല്ലാ പേഷ്യൻറ്റും പനി ജലദോഷം ചിലത് മാത്രമേ ബാഡ് ആവത്തുള്ളൂ. അപ്പോൾ ആ പേഷ്യൻറ്റ് ഏതാണെന്ന് പിക്ക് ചെയ്യണമെങ്കിൽ ട്രയാജിങ് പോലുള്ള മെത്തേഡൊക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലുണ്ട്. റെഡ് ആണോ യെല്ലോ ആണോ ഗ്രീൻ ആണോ എന്ന് നമുക്ക് തരംതിരിച്ച് അതിനനുസരിച്ച് ടാഗ് ചെയ്ത് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ആണെങ്കിൽ വിത്തിൻ 2 മിനിറ്റ്സ് ഡോക്ടർ കണ്ട് ചികിത്സ തുടങ്ങും. യെല്ലോ ആണെങ്കിൽ വിത്തിൻ 15 മിനിറ്റ്സും ഗ്രീൻ ആണെങ്കിൽ 30 മിനിറ്റ്സുമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പേഷ്യൻറ്റ് വരുന്നതിനനുസരിച്ചല്ല. അപ്പോൾ OP യിലൊക്കെ അങ്ങനെയല്ല, OP യിൽ വരുന്നതിനനുസരിച്ച് ചികിത്സ കിട്ടത്തുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ബാഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഏത് പീഡിയാട്രിക് എമർജൻസി ആവാം, അത് ചിലപ്പോൾ ഒരു ജീറിയാട്രിക്സ് ആവാം, അങ്ങനെ ഒരു
പ്രത്യേകം സ്പെഷ്യാലിറ്റി ഇതിനില്ല. ഏതൊരു എമർജൻസി, എന്തൊരു എമർജൻസി ആയാലും എമർജൻസി ആയിരിക്കണം. എമർജൻസി ആവാതെ പനിയും ജലദോഷം ഒരു എമർജൻസി ആയിട്ട് വരരുത്. അല്ലാതെ ഏത് എമർജൻസി ആയാലും അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതാണ് ജനറൽ മെഡിസിനും എമർജൻസി മെഡിസിനായിട്ടുള്ള മെയിൻ വ്യത്യാസം. പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ എത്തിക്കഴിഞ്ഞാൽ രോഗികളെ വേണ്ട പരിഗണന ലഭിക്കാതെ ചികിത്സ വൈകുന്നത് മൂലമുള്ള അപകടങ്ങൾ ഇപ്പോഴും ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളും എമർജൻസി മെഡിസിനെ കുറിച്ച് അല്ലെങ്കിൽ എല്ലാ രോഗികളിലും ഇതിനെക്കുറിച്ചുള്ള ധാരണ കൃത്യമായിട്ട് എത്തിയിട്ടില്ല. ഇപ്പം തന്നെ നമുക്ക് ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അത് വാടാനംകുറിശ്ശിന്നാണ്. പേരെന്താണ്? സിന്ധു. സിന്ധു, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ബിന്ദു, വാടാനംകുറിശ്ശി. ടി വി ശ്രദ്ധിക്കാതെ സംസാരിക്കാമോ? വാടാനംകുറിശ്ശിന്നാണേ ബിന്ദു. പറഞ്ഞോളൂ. അത് ഹസ്ബൻഡിന് വേണ്ടിട്ടാണേ. അവിടെ ഈ പെരടിക്ക് ഭയങ്കര കടച്ചിലായി കഴുത്തിന്റെ. അപ്പൊ ഈ കഴുത്തുനിന്ന് ഇങ്ങോട്ട് കയ്യിലേക്ക് ഇറങ്ങുകയാണേ. ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ വേദന. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. എല്ല് തേയ്മാനാണെന്നാണ് മെഡിക്കൽ കോളേജിൽ പോയപ്പോ പറഞ്ഞത്. എത്ര വയസ്സുണ്ട് ഹസ്ബൻഡിന്? 40-45 വയസ്സായി. എല്ല് തേയ്മാനം ഉണ്ട്. കഴുത്തില് സോഫ്റ്റ് കോളർ പോലെ ഇടാൻ പറഞ്ഞോ? അല്ല കോളർ പോലത്തെ എന്തെങ്കിലും? കോളർ ഇടുന്നുണ്ട്, അത് ഇടുമ്പോ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വേദന്റെ ഗുളികയാണ് എഴുതി തരുന്നത്. അപ്പൊ അറ്റാക്കിന്റെ 2 പ്രാവശ്യമൊക്കെ വന്നതാണ്. അപ്പൊ അതിന്റെ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ വേദന്റെ ഗുളിക കഴിക്കണേ കൊണ്ട് കുഴപ്പമുണ്ടോ? വേദനയുടെ ഗുളിക അധികം കഴിക്കരുത്. പക്ഷെ അധികം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത വേദന ഗുളികൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, അത് കഴിക്കാം. അത് കൂടാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുക. കോളർ ഇടണം. സോഫ്റ്റ് കോളർ എത്രയും എപ്പോഴൊക്കെ ഇടാൻ പറ്റുമോ അപ്പോഴെല്ലാം ഇടണം. പുറത്ത് പോകാത്ത എല്ലാ സമയത്തും, അല്ലെങ്കിൽ അതൊരു അസ്വസ്ഥം ഇല്ലാത്ത എല്ലാ സമയത്തും. രാത്രി ഉറങ്ങുമ്പോൾ ഇടണ്ട, ബാക്കിയുള്ള എല്ലാ സമയത്തും കോളർ ഇടണം. പിന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കണ്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടി നീര് കുറഞ്ഞാൽ കുറച്ചൊക്കെ സിംറ്റംസ് കുറയും. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു ന്യൂറോ സർജനെ കാണുക. അവരൊരു ഓപ്പറേഷൻ വഴി അത് ഫിക്സ് ചെയ്യും. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്ക് കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. അപകടങ്ങളും അടിയന്തര ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഈ അപകടങ്ങൾ ധാരാളമായിട്ട് നമ്മൾ പലതരത്തിലും കാണപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്താൻ ഒരു ഭയവും ഉണ്ടാകും. എന്താണ് ശരിക്കും ഒരാൾ ചെയ്യേണ്ടത് അപകടം ഉണ്ടാകുന്ന സമയത്ത്? ഒന്ന് ചുരുക്കി പറയാമോ? ആദ്യം തന്നെ നമ്മൾ ആ പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്യുക. നമ്മൾ എന്തായാലും അവരൊരു അപകട ഘട്ടത്തിലാണ്. അവരുടെ ആൻസൈറ്റി കൂടുതലായിരിക്കും. അവർക്ക് അതിനോടുള്ള പേടി കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും പാമ്പേടിയോ അല്ലെ ഏറ്റൊരു പേഷ്യൻറ്റിനെ നമ്മൾ പേടിപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പം, ആ വിഷം എത്രയും പെട്ടെന്ന് ഹൃദയത്തിലെത്തുകയും ബാക്കിയുള്ള ഓർഗനിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ റീഅഷ്യൂറൻസ് ആണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ പറയുക, ഒന്നും കുഴപ്പമില്ല, നമുക്ക് അതിനുള്ള മരുന്ന് അവൈലബിൾ ആണ്, ഹോസ്പിറ്റലിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ മതി എന്നുള്ള അഷ്യൂറൻസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നത് എങ്ങനെ എത്തിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് ഒക്കെ ഉള്ള സമയത്ത് എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നതിലാണ് കാര്യം. ഒരിക്കലും ഹോപ്പ് കൈവിടരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി എമർജൻസി മെഡിസിനോട്ട് വിട്ടു തരും. വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അപകടങ്ങളും അടിയന്തര ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. നമസ്കാരം.